ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബുള്ളിയൻ റോസസ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ വലിപ്പം എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള സർക്കിൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം 6 സ്റ്റാൻസിലുള്ള ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നീഡിൽ ഒരല്പം വലിയ നീഡിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നീഡിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഒരു 10 പ്രാവശ്യം ചുറ്റി കൊടുക്കാം. ഫസ്റ്റത്തെ 2 പെറ്റൽ നമ്മൾ ഇതുപോലെ 10 പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് നീഡിൽ പതുക്കെ വലിച്ചു കൊടുക്കാം. പതുക്കെ വേണം വലിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കാം. അടുത്ത പെറ്റലും ഇതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതും 10 പ്രാവശ്യം നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ത്രെഡിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ 10 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ ത്രെഡിന് കട്ടി കൂടുതലുണ്ടെങ്കിൽ ഒരു 6 പ്രാവശ്യമൊക്കെ ചുറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെയ്തെടുത്തിട്ട് 10 തവണ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ വലിച്ചെടുക്കുമ്പം ത്രെഡ് കെട്ടി വീഴാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് താഴേക്ക് കുത്തി എടുക്കാം. മൂന്നാമത്തെ പെറ്റൽ ചെയ്തെടുക്കുന്നത് അതിൻ്റെ സൈഡിൽ കൂടി നീഡിൽ കുത്തിയെടുക്കാം മുകളിലേക്ക്. അതിനുശേഷം തൊട്ടിപ്പുറത്തേ കൂടി കുത്തി ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇത് 20 തവണ ചുറ്റി കൊടുക്കാം. ഇനി വരുന്ന എല്ലാ പെറ്റൽസും നമ്മൾ 20 തവണ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള പെറ്റൽസ് കിട്ടും. എന്നിട്ട് ഇതുപോലെ പതുക്കെ മുകളിലേക്ക് വലിച്ചെടുക്കാം. അതിനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് സൈഡിൽ കുത്തിയെടുക്കാം. സൈഡിൽ കുത്തി താഴേക്ക് വലിച്ചെടുക്കാം. ഇനി നമ്മളിപ്പം അവസാനിച്ച പെറ്റലുണ്ടല്ലോ, അവിടുന്ന് വേണം 4ാമത്തെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയിട്ട് അതും 20 തവണ ചുറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലവറിൻ്റെ വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് പെറ്റൽസ് കൂട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ വലിച്ചെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ 3 കളറിലാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 6 സ്റ്റാൻസിൽ തന്നെ നമ്മൾ ത്രെഡ് എടുക്കാൻ നോക്കാം. പിന്നെ നീഡിൽ കുറച്ച് വലിയ നീഡിൽ തന്നെ എടുക്കാം. ഇതുപോലെ കിട്ടും. 5ാമത്തെ പെറ്റലും അതുപോലെ തന്നെ നീഡിൽ കുത്തിയെടുത്തിട്ട് ഇതുപോലെ 20 തവണ ചുറ്റി കൊടുക്കാം.
ചെയ്തിരിക്കുന്ന ഫ്ലവർ ഒന്ന് ഡാർക്ക് പിങ്ക് കളറിലുള്ളതും വൈറ്റ് കളറിലുള്ളതും ഒരു ഒണിയൻ പിങ്കിലും, അങ്ങനെ 3 ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും ലീഫ് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഞാൻ ചെയ്ത വർക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.